Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി DIY ഹോം മെയ്ഡ് ക്രീം ആയിട്ടാണ്. ഇത് നൈറ്റ് ക്രീം ആണ്. സോ നമ്മുടെ സ്കിന്നിൽ വന്നിട്ട് നമ്മുടെ മോയ്സ്ചർ പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് ഈ DIY ക്രീം. ഇത് നമ്മുടെ പിഗ്മെന്റേഷനും ഏജിങ്ങും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ പോകാനായിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയ ഒരു ക്രീമാണ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ 2 ടീസ്പൂൺ അലോവേറ ജെൽ എടുക്കാം. നമ്മൾ ഹോം മെയ്ഡ് അലോവേറ ജെൽ ആണെച്ചാൽ അത്രയും നല്ലതായിരിക്കും. ഹോം മെയ്ഡ് അലോവേറ ജെൽ ഉണ്ടാക്കി വെച്ചു വെച്ചാൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ എൻ്റെ ടീസ്പൂൺ ചെറുതായ കാരണം ഞാൻ 3 ടീസ്പൂൺ എടുക്കുന്നു. സോ നോർമലി കുറച്ച് വലിയ ടീസ്പൂൺ ഉള്ളവർ വന്നിട്ട് 2 ടീസ്പൂൺ അലോവേറ ജെൽ ഇടാം. അത് കഴിഞ്ഞിട്ട് ഗ്ലിസറിൻ വന്നിട്ട് നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആവാനും നല്ല മോയ്സ്ചറൈസ് ആവാനും അതേപോലെ ഓയിലി സ്കിൻ ഉള്ളവർക്ക് വന്നിട്ട് ഏറ്റവും നല്ലതാണ് ഗ്ലിസറിൻ. സോ ഗ്ലിസറിൻ വന്നിട്ട് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഒഴിക്കുന്നുണ്ട് ഗ്ലിസറിൻ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വന്നിട്ട് വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂളിൽ ഒരു ഡ്രോപ്പ് ഒഴിക്കുക. സോ ഇത് നിങ്ങൾ ഓയിലി സ്കിൻ ഉള്ളവരാണെച്ചാൽ നിങ്ങൾക്ക് വന്നിട്ട് അവോയ്ഡ് ചെയ്യാം. ഇല്ലേ വന്നിട്ട് 1-2 ഡ്രോപ്പ് യൂസ് ചെയ്യാം. ഇതേ വന്നിട്ട് കോമ്പിനേഷൻ സ്കിൻ ഉള്ളവർ വന്നിട്ട് ഒരു വിറ്റാമിൻ ഇ യൂസ് ചെയ്യാം. എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവരാണെച്ചാൽ നിങ്ങൾക്ക് 2 to 3 വിറ്റാമിൻ ഇ ഓയിൽ ഒഴിക്കാം. ഇല്ലേ ഇതിന് പകരം വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലോ ആൽമോണ്ട് ഓയിലോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. സോ ഇപ്പോൾ ഇതിലേക്ക് ഞാൻ വിറ്റാമിൻ ഇ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഇത്തിരി റോസ് വാട്ടറും നമ്മളെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് റോസ് വാട്ടർ. സോ റോസ് വാട്ടർ വന്നിട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഇവിടെ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഇൻഗ്രീഡിയൻറ്റിനെ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നന്നായി നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ അലോവേറ ജെല്ലും അതേപോലെ വന്നിട്ട് നമ്മുടെ വിറ്റാമിൻ ഇ ഓയിൽ ഗ്ലിസറിൻ ഇതൊക്കെ ചേർന്നിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതൊരു ലൈറ്റ് ഒരു ക്രീമിൻ്റെ കളറായിട്ട് വരും, ഒരു സാൻഡൽ കളറായിട്ട് വരും. ആ കൺസിസ്റ്റൻസി വരുന്ന വരയ്ക്കും നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി വന്നു കഴിഞ്ഞു. സോ ഇതിൽ വന്നിട്ട് അലോവേറ ജെൽ ഉള്ള കാരണം അലോവേറ ജെൽ നമ്മുടെ സ്കിൻ നല്ല മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനും പിന്നെ പിഗ്മെന്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ്. അതേപോലെ ഗ്ലിസറിൻ വന്നിട്ട് ഓയിലി സ്കിൻ ഉള്ളവർക്ക് നമ്മുടെ സ്കിന്നെ ഒന്ന് ക്ലോക്ക് ചെയ്യാനും പിമ്പിൾസിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനും ഏറ്റവും നല്ലതാണ് ഈ ഗ്ലിസറിൻ. ബിക്കോസ് നമ്മുടെ സ്കിന്നെ എപ്പോഴും മോയ്സ്ചറൈസ് ആയിട്ട് വെക്കും. പിന്നെ വിറ്റാമിൻ ഇ ഓയിൽ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കേ അറിയാം നല്ല സ്കിൻ ബെനിഫിറ്റ് ഉള്ള ഒരു സംഭവമാണ് വിറ്റാമിൻ ഇ ഓയിൽ. ഇതേ നിങ്ങൾക്ക് എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവരാണെച്ചാൽ നിങ്ങൾക്ക് ഏതെങ്കിലും 2 ഡ്രോപ്പ് കോക്കനട്ട് ഓയിലോ ആൽമോണ്ട് ഓയിലോ ഒലിവ് ഓയിൽ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ ഇതിനെ വന്നിട്ട് ഇപ്പം ഞാൻ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി വയ്ക്കാൻ പോവാണേ. ഇപ്പം ഞാൻ ഈ ക്രീമിനെ ഞാൻ ഈ കണ്ടെയ്നറിലോട്ട് മാറ്റി കൊടുക്കുക. സോ നമുക്ക് ഒരാഴ്ചക്ക് ആവശ്യമുള്ള ക്രീം വന്നിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പ്രിപ്പയർ ചെയ്യാം. അത് അങ്ങനെ ഇൻസ്റ്റന്റായി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രീമാണ്. ഏറ്റവും യൂസ്ഫുൾ ആണ് ഇത്. നമ്മൾ രാത്രി ആകുമ്പോൾ വന്നിട്ട് നമ്മുടെ സ്കിൻ ഇപ്പം നിങ്ങൾ ഇതിന്റെ കൺസിസ്റ്റൻസി കണ്ടു വെച്ചാൽ നല്ലൊരു സ്മൂത്ത് കൺസിസ്റ്റൻസി ആയിരിക്കും. ബിക്കോസ് നമ്മൾ റോസ് വാട്ടർ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാത്രി ആകുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഫേസിലോട്ട് നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് എടുത്തിട്ട് കിടന്നുറങ്ങുക. പിന്നെ കാലത്താകുമ്പോൾ നിങ്ങൾക്ക് കണ്ടിന്യൂസ് യൂസിൽ നമുക്ക് ചേഞ്ചസ് കാണാം. സോ ഇതൊരു അടിപൊളി ഹോം മെയ്ഡ് നൈറ്റ് ക്രീം ആണ്. സോ നിങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലെ വന്നിട്ട് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ഫ്രണ്ട്സ്.